അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 78-ാം സങ്കീർത്തനം 25-ാം തിരുവചനം. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു, അവിടുന്ന് സമൃദ്ധമായി ഭക്ഷണം അയച്ചു. എത്ര മനോഹരമായൊരു വചനമാണിത്. തൻ്റെ ജനത്തിന് മരുഭൂയാത്രയിൽ മലാഖമാരുടെ ഭക്ഷണമായ മന്ന പൊഴിച്ച് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ തീറ്റിപ്പോറ്റുകയാണ്. സങ്കീർത്തകൻ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യർ ദൈവദൂതന്മാരുടെ ഭക്ഷണം കഴിക്കുകയാണ്. സമൃദ്ധമായി കർത്താവ് തൻ്റെ ജനത്തിന് ഭക്ഷണം നൽകുകയാണ്. തൻ്റെ രക്തശരീരങ്ങൾ നമുക്കായി നൽകുന്ന കർത്താവിന്റെ സ്നേഹത്തിന്റെ നിഴലാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ഈ ദൈവപ്രവൃത്തി. ഈ വചനത്തിലൂടെ വെളിപ്പെടുന്ന കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയായ ദിവ്യ കാരുണ്യമായ സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവിന്റെ അത്ഭുത നാമത്തെ നമ്മൾ ഒരുമിച്ച് അല്പസമയം പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പോവാണ്. അനേകം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുന്ന സമയം, ഒത്തിരിയേറെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്ന സമയം, ദൈവത്തിന്റെ തീയായി റൂഹ പതിനായിരങ്ങളിൽ കത്തിപ്പടരുന്ന സമയമാണ്. സഹോദരങ്ങളെ, ഹൃദയം തുറന്ന് നമ്മൾ ആഗ്രഹിക്കും, കർത്താവേ പകരണമേ, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി പകരണമേ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം നൽകണമേ, ദിവ്യകാരുണ്യത്തിന് വെളിപ്പെടുന്ന കൃപകളാൽ ഞങ്ങളെ കൂടുതൽ കൂടുതൽ സമ്പന്നമാക്കണമേ. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന കൂട്ടായ്മകളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, നമ്മുടെ തൊഴിൽ മേഖലകളിലേക്ക് എല്ലാം കർത്താവിൽ നിന്ന് കൃപ ഒഴുകപ്പെടുവാൻ, അഭിഷേകം വ്യാപരിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം ശാലോം ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്നിടത്ത് വലതുകരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ആത്മീയവും ഭൗതികവുമായ ഭക്ഷണം നൽകി നമ്മളെ കരുതുവാൻ മതിയായവനാണ്. നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ അതെല്ലാം ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണം, പരിശുദ്ധാത്മാവിനെ വർഷിക്കണം, ദൈവത്തിന്റെ റൂഹായേ വരണമേ, ദൈവത്തിന്റെ റൂഹായേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അനേകം ആയിരങ്ങളിലേക്ക് വരണമേ, അനേകം ആയിരങ്ങളിലേക്ക് വരണമേ, പരിശുദ്ധ കുർബാനയുടെ അനന്ത ശക്തിയാ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, ദൈവത്തിന്റെ തീയായി കത്തിപ്പടരണമേ, സ്വർഗത്തിന്റെ കാറ്റായി വീശണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ മേൽ പകരപ്പെടുന്ന കൃപാവരങ്ങൾ ഞങ്ങളിൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പരിശുദ്ധ റൂഹായേ, ഞങ്ങളുടെ വിശ്വാസം സഭയിലുള്ള സഭയുടെ പ്രബോധനങ്ങളിലുള്ള ദൈവവചനത്തിലുള്ള ഉദാശകളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ.
നന്ദി. യേശുവേ നന്ദി. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ അഭിഷേക നിറവോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്ന സമയം, ദൈവ തേജസ്സിനാൽ പരിശുദ്ധ റൂഹ നമ്മുടെ കുടുംബങ്ങളെ പൊതിയുന്ന സമയമാണ്. എല്ലാവരും ഹൃദയം തുറന്ന് വലിയ ആനന്ദത്തോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം, ദൈവവചനത്തിന്റെ അഭിഷേകം കർത്താവെ പകരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പാടുകയാണ്. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ചേർന്ന് വിളിച്ചു പാടിക്കേ. വരിക പരിശുദ്ധാത്മാവേ, ആരാധനയിലേക്ക് വരണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, വരിക വരിക പരിശുദ്ധാത്മാവേ. Come Holy Spirit, come Holy Spirit. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവേ റുഹായേ വരണമേ, റുഹായേ വരണമേ, വസിക്കണമേ. കുർബാനയുടെ അഭിഷേകം, കർത്താവിൻ ബലിയുടെ അഭിഷേകം കർത്താവെ പകരുക. പതിനായിരങ്ങളിലേക്ക്, ജനലക്ഷങ്ങളിലേക്ക്, അനേകം ഭവനങ്ങളിലേക്ക് പകരുക. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം, ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകം കർത്താവെ പകരണമേ, പകരണമേ. അത്ഭുത ഡെലിവറൻസുകൾ, അത്ഭുത രോഗശാന്തികൾ, അത്ഭുത മാനസാന്തരങ്ങൾ, ദിവ്യകാരുണ്യത്തിന്റെ അനന്തശക്തിയ ഇപ്പോൾ ഈ സമയം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കാര്യങ്ങൾ ഉയർത്തിയടിക്കണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ചങ്ക തുറന്ന് പിടിച്ച പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള ദൈവമേ, ഞങ്ങളിൽ വന്നേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആമേൻ, ആമേൻ. ഓ അഭിഷേകം ഇറങ്ങട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഞങ്ങളിൽ കരങ്ങൾ ഉയർത്തി എല്ലാം മറന്ന് ഒന്നിച്ചൊരു മനസ്സോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ളവനെ, വരിക വരിക വരിക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും തകർന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വാസം വർദ്ധിക്കേണ്ട പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് പരിശുദ്ധ റൂഹായേ വരണമേ, ദൈവത്തിന്റെ റൂഹായേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഉദാശകളിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ദൈവവചനത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകമായി ആത്മാവേ, ദിവ്യകാരുണ്യത്തിന്റെ കൃപയായി ദൈവത്തിന്റെ റൂഹായേ അസംഖ്യം ആത്മാക്കളിൽ പരിവർത്തിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുന്ന
കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് നൽകുന്ന ആലോചന, പരിശുദ്ധ കുർബാന യഥാർത്ഥ ഭക്ഷണമാണ്. പരിശുദ്ധ കുർബാന യഥാർത്ഥ ഭക്ഷണമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗം നൽകുന്ന ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജൂൺ മാസം സാർവത്രിക സഭ കർത്താവായ ഈശോയുടെ തിരുഹൃദയത്തിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ഭക്തി ആദരവോടെ ആഘോഷിച്ചു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈശോ നൽകുന്ന നിരവധിയായ കൃപകളും നന്മകളെല്ലാം ഈ ദിനങ്ങളിൽ നമ്മൾ സ്വന്തമാക്കുകയായിരുന്നു. പരിശുദ്ധ കുർബാന യഥാർത്ഥ ഭക്ഷണമാണ്. ഇന്ന് ഈ ലോകം ഒത്തിരിയേറെ വിശപ്പ് അനുഭവിക്കുന്നുണ്ട്. ഭൗതികമായ പലവിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചിട്ടും നമ്മുടെ വിശപ്പ് ശമിക്കുന്നില്ല. ലോക സുഖങ്ങളോടുള്ള വിശപ്പ്, ലൈംഗികമായ അരാജകത്വങ്ങൾക്ക് വേണ്ടിയുള്ള അമിതമായ വിശപ്പ്, ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കും പദവികൾക്കുമായിട്ടുള്ള വിശപ്പ്, ലോകത്തിലെ ജഡീകമായ സുഖങ്ങൾക്കും നൈമിഷികമായ ഭോഗേച്ഛകൾക്കുമായിട്ടുള്ള ഒത്തിരിയേറെ വിശപ്പുകൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, എന്തുമാത്രം നമ്മൾ ഈ ലോകം നൽകുന്ന വിവിധങ്ങളായ രുചികരമായ അനേകം ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നവരും കുടിക്കുന്നവരുമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിക്കുന്ന ഈ ആഹാര പാനീയങ്ങൾക്ക് നമ്മുടെ വിശപ്പ് യഥാർത്ഥത്തിൽ ശമിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ആധുനിക ലോകം ഇന്ന് ഓടുകയാണ്. ഇതിന്റെ നടുവിൽ പരിശുദ്ധ റൂഹ നമ്മോട് സംസാരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയാണ് യഥാർത്ഥ ഭക്ഷണം. 2000 വർഷങ്ങൾക്ക് മുൻപ് അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ജനം കർത്താവിനെ കാണുവാൻ ഓടിക്കൂടുകയാണ്. തന്റെ അരികിലേക്ക് ഓടിക്കൂടിയ ജനത്തെ നോക്കി നമ്മുടെ കർത്താവ് പറഞ്ഞ വചനം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനം, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വെളിപാട്, റെവലേഷൻ എന്താണ്? ഒത്തിരിയേറെ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചന ഭാഗമല്ലേ? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, തന്റെ അരികിൽ വന്ന ജനത്തെ നോക്കി ഈ ലോകത്തിന്റെ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന, അപ്പം ഭക്ഷിച്ച് തൃപ്തരായ, അപ്പത്തിന്റെ സുഖം വീണ്ടും വീണ്ടും തേടിക്കൊണ്ടിരിക്കുന്ന ജനത്തെ നോക്കി ഈശോ പറയാണ്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ കർത്താവായ യേശു നൽകുന്ന അനശ്വരമായ, നശിച്ചു പോകാത്ത, നിത്യം നിലനിൽക്കുന്ന നിത്യ ജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവീൻ. ഹല്ലേലൂയ! വളരെ പ്രാധാന്യമുള്ളൊരു വചനമാണിത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. പരിശുദ്ധ കുർബാനയുടെ പവർ എന്താ പ്രിയപ്പെട്ടവരെ? അത് കർത്താവായ യേശു തന്നെയാണ്. സഭാപിതാവായ
അഗസ്തീനോസ് പറയുന്നുണ്ട്, ദൈവം സർവശക്തനാണെങ്കിലും ദൈവത്തിന് തന്നേക്കാൾ മറ്റൊരു ദാനം നമുക്ക് നൽകാനില്ല. അവിടുത്തെ രക്തശരീരങ്ങൾ നമുക്കായി നൽകിക്കൊണ്ട് കർത്താവായ ഈശോ അവനെ തന്നെ നമുക്കായി നൽകിയിരിക്കുകയാണ്. അപ്പൊ കർത്താവിന്റെ ഏറ്റവും മഹത്തായ ദാനം എന്ന് പറയുന്നത് ഈശോയെ തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. ഇതിനേക്കാൾ മഹത്തരമായൊരു ദാനം എൻ്റെ സഹോദരി സഹോദരങ്ങളെ കർത്താവിനെ നമുക്ക് നൽകാനില്ല. അതാണ് പരിശുദ്ധ കുർബാന. കാലത്തിന്റെ അവസാനം വരെ നമ്മോട് കൂടെ ആയിരിക്കുവാൻ, നമ്മൾ വിട്ടുപിരിയാതെ നമ്മോട് കൂടെ നിരന്തരം വസിക്കുവാനും വ്യാപരിക്കുവാനുമായി സ്നേഹത്തിന്റെ കുദാശയായ പരിശുദ്ധ കുർബാന കർത്താവ് തന്റെ സഭയിൽ സ്ഥാപിക്കുമ്പോൾ കർത്താവിനൊരു പദ്ധതിയുണ്ട്. അവസാന സമയം വരെ നമ്മോട് കൂടെ ആയിരിക്കുക, യഥാർത്ഥ ഭക്ഷണമായി, യഥാർത്ഥ പാനീയമായി അവിടുത്തെ രക്തശരീരങ്ങൾ നമുക്കായി നൽകുക. ഓ ദൈവമേ, ഇതിനേക്കാൾ വലിയൊരു സ്നേഹം കർത്താവിന് നമ്മോട് കാണിക്കാനുണ്ടോ? വചനം അതാണ് പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:51 വചനം പ്രഖ്യാപിക്കുകയാണ്, ഞാൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. എന്റെ ശരീരം ഈ അപ്പത്തിൽ നിന്ന് ആരെല്ലാം ഭക്ഷിക്കുന്നുവോ അവനും അവളും എന്നേക്കും ജീവിക്കും, എന്നേക്കും ജീവിക്കുകയാണ്. ഇതാണ് ഈ അപ്പത്തിന്റെ കർത്താവായ ഈശോ നൽകുന്ന തന്റെ രക്തശരീരങ്ങളുടെ പവർ, ശക്തി നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് പരിശുദ്ധ കുർബാന. വീണ്ടും യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:53 എന്താ പറയുന്നത്? മനുഷ്യപുത്രന്റെ ശരീരവും ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ജീവൻ ഉണ്ടാവുകയില്ല. കർത്താവിന്റെ വാക്ക് ശ്രദ്ധിക്കണം. ജീവൻ ഉണ്ടാവുകയില്ല. നമുക്ക് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, അംഗീകാരമുണ്ട്, സ്വാധീനങ്ങളുണ്ട്, വലിയ വലിയ വിദ്യാഭ്യാസ ഡിഗ്രികളുണ്ട്, ലോകത്തിൽ സ്ഥാനമാനങ്ങളുണ്ട്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവായ യേശുവിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ വചനം പ്രഖ്യാപിക്കുകയാണ്, നമുക്ക് ജീവൻ ഉണ്ടാവുകയില്ല. നമുക്ക് ജീവൻ ഉണ്ടാവുകയില്ല. നിത്യജീവന്റെ അഭിഷേകവും നിത്യജീവന്റെ കൃപയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരപ്പെടുന്നത് ദിനംതോറും നമ്മൾ ഭക്ഷിക്കുന്ന, പാനം ചെയ്യുന്ന നമ്മുടെ കർത്താവിന്റെ രക്തശരീരങ്ങളാണ്. ഹല്ലേലൂയ! പരിശുദ്ധ കുർബാനയാണ്. വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻ ഷീൻ വലിയ ഒരു ശുദ്ധനായ വൈദികനാണ്. അദ്ദേഹം ആർച്ച് ബിഷപ്പാണ്, അമേരിക്കൻ സഭയിൽ ആയിരുന്നു. ഫുൾട്ടൻ ഷീൻ പറയാണ്, പരിശുദ്ധ കുർബാനയോട് നിന്റെ ജീവിതം നീ കെട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റ് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ മാത്രം നിന്റെ കയറിന് നീളമുണ്ടാവുകയില്ല. എല്ലാവരും ശ്രദ്ധിക്കണമേ, പരിശുദ്ധ കുർബാനയിലാണ് നമ്മൾ ജീവിതം കെട്ടിയിരിക്കുന്നത്. സക്രാരിയിലാണോ ജീവിക്കുന്ന കർത്താവായ യേശുവിന്റെ രക്തശരീരങ്ങളിലാണോ നമ്മുടെ ജീവിതത്തെ നമ്മൾ കെട്ടിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ മറ്റ് മേച്ചിൽ സ്ഥലങ്ങൾ, സുഖങ്ങൾ, സന്തോഷങ്ങൾ, നൈമിഷികമായ ഭോഗേച്ഛകൾ, ജഡികമായ ഉല്ലാസങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുവാനും ഇതൊക്കെ സ്വന്തമാക്കുവാനുള്ള നമ്മുടെ വ്യഗ്രതയുണ്ടല്ലോ, അതെല്ലാം ഒന്നും ഉണ്ടാവില്ല. മറ്റ് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്താൻ മാത്രം നമ്മുടെ കയറിന് നീളം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ക്രൈസ്തവന്റെ ജീവിതം, ഒരു ദൈവ പൈതലിന്റെ ജീവിതം, ക്രിസ്തു മാർഗത്തിൽ ജീവിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതം പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായി മാറണം. ഹല്ലേലൂയ! ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്. ഇതിലേക്കാണ് റൂഹ എന്നെയും നിങ്ങളെയും സ്നേഹത്തോടെ വിളിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലേക്ക് നിങ്ങൾ വരണം. നമ്മളൊരു വിശ്വാസ യാത്രയിലല്ലേ.
19 അധ്യായം 7 വചനത്തിൽ പ്രവാചകനായ ഏലിയ വളരെ അസ്വസ്ഥനായി ക്ഷീണിച്ച് ഒത്തിരിയേറെ മാനസികമായി തകർന്ന് പ്രവാചകൻ തളർന്നുറങ്ങുകയാണ്. കർത്താവ് തന്റെ ദൂതനെ വിട്ട് തന്റെ പ്രവാചകനെ ശക്തീകരിക്കുകയാണ്, എംപവർ ചെയ്യുകയാണ്. ദൈവദൂതൻ ഏലിയായെ അവൻ ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, 2 കാര്യങ്ങളെ പറഞ്ഞു. ഒന്ന്, എഴുന്നേറ്റ് ഭക്ഷിക്കുക. ശ്രദ്ധിക്കണമേ, എഴുന്നേറ്റ് ഭക്ഷിക്കുക. ഇത് മയങ്ങി തളർന്ന് കഴിയേണ്ട സമയമല്ല. പ്രവാചക, നീ എഴുന്നേറ്റ് ഭക്ഷിക്കുക, ഇല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. 2 അതാ പറഞ്ഞേ, യാത്ര ദുഷ്കരമായിരിക്കും. നീ ചൂടുള്ള ഈ അപ്പം നീ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമായിരിക്കും. 6 വചനത്തിൽ പറയുന്നുണ്ട്, നല്ല ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ദൈവദൂതൻ പ്രവാചകന്റെ തലക്കരികിൽ വെച്ചിട്ടാ പറയുന്നത്, നീ എഴുന്നേറ്റ് ഭക്ഷിക്കാനായിട്ട്. നമ്മൾ ഈ വിശ്വാസയാത്രയിലാണ്, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു യാത്ര. ഈ മരുഭൂ യാത്രയിൽ ശക്തമായ കൊടുങ്കാറ്റുകളുണ്ട്, പേമാരികളുണ്ട്, വിവിധങ്ങളായ പ്രതിസന്ധികൾ നമ്മളെ ആഞ്ഞടിക്കും. പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തെ ഞെരുക്കി കളയും. എന്റെ സഹോദരങ്ങളെ, ഈ വിശ്വാസയാത്ര കൃപ നിറഞ്ഞതാകണമെങ്കിൽ, ഈ മരുഭൂ യാത്ര അഭിഷേകത്തിന്റെയും ആത്മശക്തിയുടെയും ജീവിതമാകണമെങ്കിൽ, ഇടറി വീഴാതെ, കാൽത്തെറ്റി വീണു പോകാതെ, സ്വർഗത്തിൽ ഞാനും നിങ്ങളും കർത്താവിനോട് കൂടെ അവിടുത്തെ നിത്യമഹത്വത്തിൽ ഒന്നിച്ച് ചേരണമെങ്കിൽ ഈ വിശ്വാസയാത്ര അത് കൃപയുള്ളതാകാൻ പരിശുദ്ധ കുർബാന ഭക്ഷിക്കണം. യഥാർത്ഥ ഭക്ഷണമായ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്നവരായി, വല്ലപ്പോഴല്ല, ദിനംതോറും. ശ്രദ്ധിക്കണമേ, ദിനംതോറും അതിന്റെ അർജൻസി, അതിന്റെ പ്രാധാന്യത, അതിന്റെ ആവശ്യകത എന്റെ നിങ്ങളെ ഹൃദയത്തിൽ പ്രകാശിതമാണ്. ഇതാണ് റെവലേഷൻ. ഇന്ന് സാത്താൻ അനേകരുടെ ഹൃദയം അന്ധമാക്കിയിരിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കേണ്ട വെളിച്ചം ലഭിക്കാൻ സാധിക്കാതെ അന്ധതയിൽ തപ്പിത്തടയുന്ന അസംഖ്യം ആത്മാക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. എന്തുകൊണ്ടാ പലരും യാത്ര ദുഷ്കരമാവാണ്? കാരണം എന്താ? അവര് ഈ ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നില്ല. പലരും അസംതൃപ്തരാകുന്നു. പലരും പലവിധത്തിലുള്ള നിരാശയ്ക്ക് വിഷാദത്തിന് അടിമപ്പെടുന്നു. നരകതുല്യമായി ഈ വിശ്വാസ ജീവിതം ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് സഹോദരങ്ങളെ? ദൈവദൂതന്റെ വാക്കുകള് എഴുന്നേറ്റ് ഭക്ഷിക്കുന്നില്ല. ഭക്ഷിക്കാത്തത് കൊണ്ട് ഈ വിശ്വാസയാത്ര ദുഷ്കരമാവുന്നു. അത് വളരെയധികം നമ്മളെ അസ്വസ്ഥമാക്കുന്നു. എന്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് തരുന്ന ഈ ആലോചന മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് യേശു പറഞ്ഞേ, യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം 54 വചനത്തിൽ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട്, അവർക്ക് മരണമില്ല. ദൈവത്തിന്റെ ആയുസ്സാണ് നമ്മുടെ ആയുസ്. ഹല്ലേലൂയ. ബോധ്യമുള്ളവർ ശബ്ദം ഉയർത്തി പറഞ്ഞേ, ദൈവത്തിന്റെ ആയുസ്സാണ് നമ്മുടെ ആയുസ്. ഉറക്കെ പറ, ദൈവത്തിന്റെ ആയുസ്സാണ് ദൈവജനത്തിന്റെ ആയുസ്. നമുക്ക് മരണമില്ലാത്തവരാണ്. ഹല്ലേലൂയ. അവർ എന്നേക്കും ജീവിക്കുന്നു. അവസാന ദിനം ഞാൻ അവരെ ഉയർപ്പിക്കും. ഇത് കർത്താവിന്റെ വാക്കുകളല്ലേ? ജീവൻ നൽകുന്ന, നമ്മെ തീ പിടിപ്പിക്കുന്ന കർത്താവിന്റെ വചനങ്ങളല്ലേ ഇത്? വീണ്ടും യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:55, എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. ലോകത്തോട് വിളിച്ചു പറയാ, എന്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം. ഇത് നമ്മൾ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശപ്പ് തീരില്ല, വിശപ്പ് ശമിക്കില്ല. അത് നമ്മളിലേക്ക് കൃപ കൊണ്ടുവരുന്നു, അഭിഷേകം കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ, സമൃദ്ധി എല്ലാം കൊണ്ടുവരിക ധാരാളമായി. എന്റെ സഹോദരങ്ങളെ, സഭയിലുണ്ടായിരുന്ന മിസ്റ്റിക്കാണ്.
ആൻ കാതറിൻ എംബ്രിഡ്ജ് വലിയൊരു മിസ്റ്റിക്കാണ്. കർത്താവിന് പീഡാസഹനങ്ങളൊക്കെ ഒത്തിരിയേറെ കർത്താവ് വെളിപ്പെടുത്തിയ തൻ്റെ ഒരു വിക്ടിം സോളായിരുന്നു ആൻ കാതറിൻ എംബ്രിഡ്ജ്. തൻ്റെ അവസാനത്തെ 12 വർഷം മറ്റു ഒരു ഭക്ഷണപാനീയവും കഴിക്കാതെ, ലോകത്തിൻ്റെതായ ഒരു ആഹാര പദാർത്ഥങ്ങളും ഭക്ഷിക്കാതെ, പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് 12 വർഷം തൻ്റെ ജീവിതം പൂർണ്ണമായും കർത്താവിന് ഡെഡിക്കേറ്റ് ചെയ്ത് ഈ ശുദ്ധാത്മാവ് ജീവിക്കുകയാണ്. ഫ്രഞ്ച് റോമൻ മിസ്റ്റിക്കായിരുന്ന മാർത്തെ റോബിൻ 21-ാമത്തെ വയസ്സിൽ നാഡീഞരമ്പുകൾക്ക് രോഗം ബാധിച്ച് കിടപ്പിലായി. 51 വർഷക്കാലം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, മാനുഷിക ബുദ്ധിക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മെഡിക്കൽ സയൻസിന് ഈ സത്യം പിടികിട്ടത്തില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. 51 വർഷക്കാലം യാതൊരു ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാതെ, ഭക്ഷണപാനീയങ്ങൾ കുടിക്കാതെ, കർത്താവായ യേശുവിന്റെ രക്തശരീരങ്ങൾ മാത്രം ഭക്ഷിച്ച് പരിശുദ്ധ കുർബാന മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് 51 വർഷം മാർത്തെ റോബിൻ എന്ന് പറയുന്ന മിസ്റ്റിക് ഈ ലോകത്തിൽ ജീവിക്കുകയാണ്. അവളുടെ മരണം വരെ ജീവിക്കുകയാണ്. അതുപോലെ മറ്റൊരാളാണ് തെരേസ് ന്യൂമാൻ. 40 years 40 വർഷമാണ് യഥാർത്ഥ ഭക്ഷണമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ശുദ്ധാത്മാവ് ജീവിച്ചത്, ഈ മിസ്റ്റിക് ജീവിച്ചത് 40 years. വൈദ്യന്മാര് പറഞ്ഞു, നിന്റെ കാര്യം പോക്കാണ്, അപകടമാണ്. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ അവിടെ ശരീരത്തിന്റെ ഭാരം വർദ്ധിച്ചേയുള്ളൂ. ക്ഷീണം വന്നില്ല, തളർച്ച വന്നില്ല. 40 years ദൈവത്തിന്റെ റൂഹ തന്റെ പ്രിയപ്പെട്ട ആത്മാക്കളെ പരിപാലിക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, ലോകത്തിന് ഈ ഭാഷ മനസ്സിലാവില്ല. ഈ ആധുനിക കാലഘട്ടത്തിന് കർത്താവിന്റെ വചനം പിടികിട്ടത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞത്, ദൈവത്തിന്റെ ദാനങ്ങൾ ലോക മനുഷ്യന്റെ ഭോഷത്വമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല. മക്കളെ, പരിശുദ്ധ കുർബാന യഥാർത്ഥ ഭക്ഷണമാണ്. എത്രയെത്രയോ അനുഭവങ്ങൾ, ഒന്നല്ല രണ്ടല്ല, ഈ ജീവിതം മുഴുവൻ നമ്മൾ പങ്കുവെച്ചാലും അവസാനിക്കാത്ത വിധം പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് തന്റെ സഭയിൽ ചെയ്ത എത്രയോ മാത്രം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അനുഭവങ്ങൾ ഇന്ന് സജീവമായി നിലകൊള്ളുകയല്ലേ. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതം പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതമാകട്ടെ. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധ കുർബാനയുടെ കുടുംബങ്ങളാവട്ടെ. ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരായി ഈ തലമുറയിൽ നമുക്ക് പ്രകാശിതരാകാം. കർത്താവിന്റെ സഭയെ പടുത്തുയർത്താം. കർത്താവിന്റെ രാജ്യത്തെ വിസ്തൃതമാക്കാം. കർത്താവിന്റെ ആത്മാക്കളെ നിത്യമായ രക്ഷയിലേക്ക് നമുക്ക് നയിക്കാം. ഈ ഒരു മിഷൻ ദൈവം നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ 6:35 യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ അവനെ വിശക്കുകയില്ല. എന്നെ അടുത്ത് വരുന്നവനെ, എന്നെ ഭുജിക്കുന്നവനെ, എന്നെ ഭക്ഷിക്കുന്നവനെ വിശക്കില്ല. എന്നിൽ നിന്ന് പാനം ചെയ്യുന്നവനെ ദാഹിക്കില്ല. കർത്താവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കി നമ്മുടെ വിശപ്പ് ശമിക്കാൻ, നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാൻ ദിനംതോറും വില കൊടുക്കണം, ത്യാഗമെടുക്കണം, നമ്മുടെ ജീവിതത്തെ അതിനായി ഡെഡിക്കേറ്റ് ചെയ്യണം. എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും ദിനം തോറും പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുവാൻ, നമ്മുടെ കർത്താവിൻ്റെ രക്തശരീരങ്ങൾ ഭക്ഷിക്കുവാൻ, പാനം ചെയ്യുവാനുള്ള തീഷ്ണതയും ആഗ്രഹവും നമ്മളിൽ വർദ്ധിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞു എങ്കിലും അതിൻ്റെ എല്ലാ നന്മകളും ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്, നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുക. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം
മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ സാന്നിധ്യം മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ